എന്റെ മകന്റെ സങ്കല്പത്തിലുള്ള ആ പെൺകുട്ടിയെ ഞാൻ കണ്ടടോ. കുറച്ചു നേരമേ സംസാരിച്ചുള്ളൂ എങ്കിലും എനിക്ക് കുട്ടിയെ നന്നായി ബോധിച്ചു. ഉണ്ണിക്ക് സമ്മതമാ. തന്റെ സമ്മതം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിവാഹം ആഘോഷമായിട്ട് നടത്താം. ചേച്ചി ഇതെന്തൊക്കെയാ പറയുന്നേ? ഉണ്ണിയുടെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ ചേച്ചി കണ്ടെത്തിയത് സന്തോഷമുള്ള കാര്യമല്ലേ? അതിന് എന്റെ സമ്മതം ചേച്ചി എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കണ്ട് സംസാരിച്ചു നല്ലൊരു ദിവസം നോക്കി വിവാഹ നിശ്ചയം നടത്തണം. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. എന്താ, അതുപോലെ? എടോ, അതെ, ഞാൻ എന്റെ ഉണ്ണിക്ക് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടി തന്റെ മകളാ രതിക. എല്ലാം കലങ്ങി തെളിയാൻ ദൈവമായിട്ട് കൊണ്ടുവന്നത് ഇവര്. ഈ പിടിവള്ളിയിൽ പിടിച്ചു കയറണം. എന്റെയും ഋതിക മാഡത്തിന്റെ വിവാഹം നടന്നിട്ടില്ലെന്ന് വർമ്മ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ വിവാഹം നടത്തിയ ദീപക്കിൽ നിന്നും ഋതിക മാഡം രക്ഷപ്പെടുകയും ചെയ്യും. എന്താ നിങ്ങൾക്കാർക്കും ഞാൻ പറഞ്ഞത് കേട്ടിട്ടൊരു സന്തോഷമില്ലാത്തെ? ഞാൻ ചോദിച്ചത് അവിവേകമായിപ്പോയെന്നുണ്ടോ? വർമ്മ സാറേ. രാജു, ഞാൻ സംസാരിച്ചോളാം. എന്താ പ്രതാപ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല ചേച്ചി. നാളെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അതിന്റെ കുറച്ച് തിരക്കിലായിരുന്നു. ഓ, നമുക്കൊരു കാര്യം ചെയ്യാം. ചേച്ചി ഉണ്ണിയും കുട്ടി നാളെ ഇങ്ങോട്ട് വാ. നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് നാളെ സംസാരിക്കാം. എന്തു പറയുന്നു? ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? ഫംഗ്ഷനോ? ഇല്ല പ്രതാപ, എനിക്ക് സന്തോഷമായി. നീ താല്പര്യമില്ലെന്ന് ഒരിക്കലും പറയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നാളെ നല്ല ദിവസമല്ലേ? ഇവിടെ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് നീ പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ഞാൻ ഉണ്ണിയായിട്ട് നാളെ വരാം. ആ ചെക്കൻ നിന്റെ പിയെ അല്ലേ? അതെ. നമ്മള് സംസാരിക്കുന്നതിനിടയില് ആ ചെക്കൻ എന്തോ പറയാൻ തുടങ്ങിയത് കണ്ടില്ലേ? നീ മനസ്സിൽ കളങ്കമില്ലാത്തവനാ. അവനെയൊക്കെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം. മനസ്സിലായോ? മനസ്സിലായി. എന്നാ ഞാൻ ഇറങ്ങുക. ശരി ചേച്ചി. ശരി. നീ എന്തിനാ പ്രതാപ സരസ്വതി ചേച്ചിയോട് സത്യങ്ങൾ മറച്ചു വെച്ചത്? ഋതികയുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് നിനക്ക് അവരോട് പറയാമായിരുന്നില്ലേ? ഇവരുടെ വിവാഹം കഴിഞ്ഞുവെന്ന് സരസ്വതി ചേച്ചി അറിഞ്ഞിട്ടില്ലാത്ത പോലെ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ ചേച്ചി? കാണും. ആ, അങ്ങനെയാണെങ്കിൽ ഋതികയുടെയും രാജുവിന്റെയും വിവാഹം കഴിഞ്ഞതാണെന്ന് നമുക്ക് എല്ലാവരും അറിയിച്ചേക്കാം. എന്തിന്? അല്ല, എങ്ങനെയാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നാളെ ഈ വീട്ടിൽ വെച്ച് ഋതികയുടെയും രാജുവിന്റെയും വെഡിങ് റിസപ്ഷൻ നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല വർമ്മ സാറേ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്താ? അല്ല, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോന്ന്. എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത്? അല്ല സർ. അല്ലല്ലോ. അപ്പോ നീ ഇനി ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി.
മനസ്സിലായോ? മനസ്സിലായോന്ന്? മനസ്സിലായി സാർ. അല്ല പ്രതാപ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല ചേച്ചി. ശേഖര, ചേട്ടാ, ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. ഒരു കുറവും ഉണ്ടാവില്ല ചേട്ടാ. യാമിനി, വിവാഹം കഴിഞ്ഞ പെൺകുട്ടികള് നെറുകയിൽ സിന്ദൂരം തൊടുന്നത്, താലിമാല എപ്പോഴും ധരിക്കുന്നത് എന്തിനാണെന്ന് നീ അവൾക്ക് പറയുന്നത് മനസ്സിലാക്കി കൊടുക്കുക.